ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഫിഷ് കട്ടിങ്ങും ഒരു കറി മേക്കിങ്ങും വീഡിയോ ആണ്. അതിനായിട്ട് എടുത്തിരിക്കുന്നത് മാന്തളാണ് കേട്ടോ. മാന്തൾ ഒരു 4 എടുത്തിട്ടുണ്ട്. മാന്തൾ ഞങ്ങളിവിടെ ഇതിന് നങ്ക് എന്നാണ് പറയുന്നത്. നങ്ക്, മാന്തൾ എന്നല്ല കേട്ടോ. അതിനൊരു 4 എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും അതുപോലെ തന്നെ കറി മേക്കിങ്ങും ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് ഇച്ചിരി വഴുക്കലുള്ളൊരു മീനാണ് കേട്ടോ. അപ്പോൾ ഇത് വെള്ളത്തിലിട്ടിട്ട് എടുക്കുവാണെങ്കിൽ ഇച്ചിരി പാടാണ്. ഇതിപ്പം വെള്ളത്തിലിരുന്ന് ഐസിലിരുന്ന മീൻ എടുത്തിട്ട് ആണ് ഞാനിതിപ്പോൾ മുറിക്കാൻ പോകുന്നത്. ആദ്യമേ എൻ്റെ തലയുടെ ഭാഗത്തുനിന്ന് ഇതേപോലെ തൊലിയൊന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് വലിച്ചാൽ മതി, നല്ല ശക്തമായിട്ടൊന്ന് വലിക്കണം. അപ്പോൾ ആദ്യമേ ആ തലയുടെ ഭാഗം കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ആ തൊലി കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇതൊന്ന് വലിച്ചെടുത്താൽ അത് പെട്ടെന്ന് ആ തൊലി മൊത്തത്തിൽ ഇളകി വരും കേട്ടോ. അപ്പോൾ ആദ്യമേ ഒരു ഇച്ചിരി പാടാണ്, എങ്കിലും വലിച്ച് നമുക്ക് ഇളക്കിയെടുക്കാം. എന്താ കണ്ടോ, ഇതുപോലെ വലിച്ചിളക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ അടുത്ത സൈഡും ഒന്ന് തലയുടെ ഭാഗം ഒന്ന് പൊട്ടിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ആ തൊലി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് താഴേക്കൊന്ന് വലിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ തൊലി ഇളക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇനി അതിൻ്റെ സൈഡിലുള്ള ചിറകൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് കത്രികയ്ക്ക് അതിൻ്റെ വാലും വെട്ടി ആ സൈഡിലെ ചിറകൊക്കെ ഒന്ന് വെട്ടി കൊടുക്കുക. 2 സൈഡും അതുപോലെ വെട്ടണം. പിന്നെ ഞാനിതിൻ്റെ തല എടുക്കുന്നില്ല കേട്ടോ, ബാക്കി ഭാഗങ്ങളെ എടുക്കുന്നുള്ളൂ. അപ്പോൾ ആ തല അങ്ങ് വെട്ടി മാറ്റുക. അതിനകത്ത് അധികം അഴുക്കുള്ള മീനൊന്നുമല്ല കേട്ടോ, വലിയ വാടയില്ല, പിന്നെ അഴുക്കും അധികം ഇല്ല. അപ്പോൾ അതിൻ്റെ ആ വയറിലെ അഴുക്കും എല്ലാം എടുത്ത് കളഞ്ഞ് തലയും വെട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത രണ്ടാമത്തെ മീനും കൂടി ഇതുപോലെ ഒന്ന് കാണിച്ചു തരാം. അതുപോലെ ചെയ്യുക. തലയുടെ ഭാഗം ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ തൊലി ഒന്ന് വലിച്ചിളക്കുക. കയ്യിൽ നഖം ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കത് വലിച്ചിളക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് നഖമില്ല, അതുകൊണ്ട് ഇച്ചിരി പാടായിരുന്നു എനിക്ക്. എന്നാൽ ആ തലഭാഗം ഒന്ന് വിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമുക്കതങ്ങ് വലിച്ച് താഴേക്കങ്ങ് വലിച്ചെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. തൊലി നല്ല ടേസ്റ്റുള്ളൊരു മീനാണ്. എങ്ങനെ കറി വെച്ചാലും നല്ലതാണ് കേട്ടോ. തേങ്ങ അരച്ച് കറി വെച്ചാലും മുളക് കറി വെച്ചാലും എല്ലാം നല്ല ടേസ്റ്റാണ്. പൊരിച്ചാലും അതേപോലെ തന്നെ അടിപൊളി ടേസ്റ്റുള്ളൊരു മീനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 ഭാഗവും തൊലി ഇതുപോലെ വലിച്ചെടുക്കുക. അതിനുശേഷം വാലും വെട്ടി അതിൻ്റെ സൈഡിൽ ചിറകും തലയും ഒക്കെ ഒന്ന് വെട്ടി മാറ്റി വൃത്തിയാക്കിയെടുക്കുക. അഴുക്കൊന്നും വലുതായിട്ടില്ല കേട്ടോ ഈ മീനകത്ത്. വളരെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മീനാണ്. സാധാരണ ആൾക്കാർക്കിത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ആരും ഇതങ്ങനെ വാങ്ങിക്കാറില്ല. ഇതിൻ്റെ ടേസ്റ്റും അറിയത്തില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു മീനാണ്. അറിയാവുന്നവരിത് കണ്ടാൽ പെട്ടെന്ന് വാങ്ങും. അതും വൃത്തിയാക്കിയെടുത്തു. ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ വൃത്തിയാക്കിയെടുക്കാം. 4 മീനും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കണം. ഞാൻ കുറച്ച് ഉപ്പുകല്ലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം. മുള്ളൊന്നും വലിയ കട്ടിയുള്ള മുള്ളല്ല, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതിലെന്തായാലും 3-4 കഷ്ണം ഞാൻ എന്തായാലും വറുക്കാനായിട്ട് മാറ്റും, ബാക്കി കറിക്ക് എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 5-6 അല്ലി ചുവന്നുള്ളിയും, അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ഫിഷ് മസാല തയ്യാറാക്കി ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ആ ഫിഷ് മസാലയാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ ഫിഷ് മസാല ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അടിച്ച് മാറ്റി വെക്കാം. ഇനി കറി തയ്യാറാക്കാനായിട്ടൊരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയൊന്ന് പൊട്ടി വരട്ടെ. ഉലുവയൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയാണ് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇഞ്ചി ഒന്ന് ചൂടായി വരണം. ഇഞ്ചി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക്
നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് ആ അരപ്പ് ആ എണ്ണയിലൊന്ന് മൂപ്പിക്കണം. ആ എണ്ണയിൽ കിടന്ന് ഒരു 3-4 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം ഒരു 5-6 പച്ചമുളകും ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പിലയും എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് പുളിയാണ് കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് അരപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുടംപുളിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 കുടംപുളി ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നമുക്ക് നോക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇത്രയും മതി. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം, തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീനെല്ലാം ചേർത്തതിന് ശേഷം ആ മീൻ അരപ്പിലേക്കൊന്ന് താഴ്ത്തി വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഒരു 6-7 മിനിറ്റെങ്കിലും വെന്ത് കിട്ടണം. അതുവരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മുടെ കറിയൊക്കെ മൂടി വെച്ചിട്ട് ഒരു 7-8 മിനിറ്റോളം ആയിട്ടുണ്ട്. മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കറി ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി കൂടുതൽ സമയം നമുക്കിട്ട് തിളപ്പിക്കണ്ട. മീൻ വളരെ കട്ടി കുറഞ്ഞ സോഫ്റ്റായിട്ടുള്ള മാംസമുള്ള മീനാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.